കൂവപ്പടി സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ ടോപ്പേഴ്സ് ഡേ സംഘടിപ്പിച്ചു. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി കൂവപ്പടി സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച ടോപ്പേഴ്സ് ഡേ ആഘോഷം ശ്രദ്ധേയമായി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും മുഖ്യാതിഥികളെയും സ്കൂൾ ബാൻഡിന്റെ അകമ്പടിയോടെ സ്വീകരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച വെൽക്കം ഡാൻസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ജപധ്യാന ചൈതന്യം കനിവിന്റെ നിറവേ ദൈവമേ ജഗദ്ഗുരോ അന്ധകാരങ്ങളിൽ അക്ഷരജ്യോതിയായി ഞങ്ങളിൽ വിദ്യയായി ജ്ഞാനമായി ചാവര കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ അസിസ്റ്റന്റ് പ്രൊഫസറും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ലിതിൻ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഓരോ ബാച്ചിനെ ഇൻഡക്ട് ചെയ്യുമ്പോൾ ഒരു പുതിയ ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ഇവിടേക്ക് വരുമ്പോൾ ദേ ആർ നർച്ചേർഡ് ലൈക്ക് എ ഗാർഡൻ. ഒരു ഗാർഡനിൽ ചെടി നട്ടുപിടിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നത് പോലെ അത്ര കെയർഫുള്ളായിട്ട് അത്ര എഫേർട്ട് എടുത്ത് ഡെയിലി അതിനെ മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മൾ ഓരോരുത്തരെയും ഇവിടുന്ന് നമ്മുടെ ഓരോ ടീച്ചേഴ്സും ഇവിടുന്ന് പഠിപ്പിച്ചിറക്കുന്നത്. അതിനിടയ്ക്ക് കുറച്ച് സപ്പോർട്ടുകളും കുറച്ച് കളകളും വരുന്നതൊക്കെ പറിച്ച് മാറ്റി ഈ പറഞ്ഞ പോലെ ആവശ്യത്തിനുള്ള വെള്ളവും കാര്യങ്ങളും അനുസരിച്ച് തന്ന് ഓരോ ചെടീനെയും ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് ഞങ്ങളെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഓരോ ബാച്ചിനെയും ഇവിടുത്തെ ഞങ്ങളുടെ ടീച്ചേഴ്സും ഞങ്ങളുടെ ഇവിടുത്തെ സിസ്റ്റേഴ്സും ഇവിടുന്ന് നമ്മളെ നെറിഷ് ചെയ്ത് വിട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഐ ഓൾവേസ് സേ എ ഹൗസ് ഈസ് ആസ് സ്ട്രോങ് ആസ് ദി ഫൗണ്ടേഷൻ. ഒരു വീട് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അറിയുന്നത് അതിന്റെ ഫൗണ്ടേഷന്റെ ബേസിസിലാണ്. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഫിൽസി സെബാസ്റ്റ്യൻ ആമുഖ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ സിസ്റ്റർ ഗ്രേസി പോൾ, സ്കൂൾ മാനേജർ സിസ്റ്റർ മരിയ ജോൺ, PTWA പ്രസിഡന്റ് ബേബി KV എന്നിവർ ആശംസകൾ അറിയിച്ചു. 2025-26 ബാച്ചിലെ നിരവധി വിദ്യാർത്ഥികൾ ഈ അധ്യയന വർഷം സ്കൂളിൽ ആരംഭിച്ച +1 വിഭാഗത്തിൽ തന്നെ തുടർ പഠനത്തിനായി ചേർന്നത് അഭിമാനകരമായ നേട്ടമാണെന്നും പ്രിൻസിപ്പൽ സിസ്റ്റർ ഗ്രേസി പോൾ പറഞ്ഞു. My heart is filled with gratitude and joy as we gather to celebrate the success of our dear students of the batch 2025-26. This is not merely an award ceremony. It's a celebration of dreams that have come true, prayers that have been answered, and years of hard work that have borne beautiful fruits. Dear students, as you come forward to receive your award, remember that these medals are not symbols of high marks. They represent your determination when you felt tired, your courage when you faced challenges, and your commitment to never give up. This year, our joy is even greater because many of our CBSE board toppers have chosen to continue their +1 in our own institution. As a principal, nothing gives me greater happiness than seeing our children choose to remain with us. It tells us that they have found not just a school here, but a family of St. Anne's. Your trust is the greatest award we could ever receive, and we promise to nurture your dreams with the same love, care and commitment that we have always shared. PTWA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, സ്റ്റാഫ് സെക്രട്ടറി, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 2025-26 അധ്യയന വർഷത്തെ CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ 90% മാർക്ക് നേടിയ 36 വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ വിഷയങ്ങളിൽ 100% മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. മികച്ച അക്കാദമിക് നേട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ അധ്യാപകരെയും മൊമെന്റോ നൽകി ആദരിച്ചു. ഇന്ത്യൻ ടാലന്റ് ഒളിമ്പ്യാഡ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് മെഡൽ, സർട്ടിഫിക്കറ്റ്, ക്യാഷ് അവാർഡ് എന്നിവ സ്കൂൾ മാനേജർ സിസ്റ്റർ മരിയ ജോൺ വിതരണം ചെയ്തു. ദേശീയതല അംഗീകാരം നേടിയ സ്കൂളിന്റെ നേട്ടത്തിന്റെ ഭാഗമായി പ്രിൻസിപ്പൽ സിസ്റ്റർ ഗ്രേസി പോളിനെ മുഖ്യാതിഥി ലിതിൻ തോമസ് മൊമെന്റോ നൽകി ആദരിച്ചു.
തുടർന്ന് PTA ജനറൽ ബോഡി യോഗവും രക്ഷിതാക്കൾക്കായി സൈക്കോളജിസ്റ്റും മെന്റലിസ്റ്റുമായ വിജയകുമാർ നയിച്ച മോട്ടിവേഷൻ ക്ലാസും നടന്നു. വിദ്യാർത്ഥി പ്രതിനിധി നിയ ജെയിംസ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൂവപ്പടി.